ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യുവാഗിലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 153 എപ്പിസോഡിലേക്ക് നാം വന്നുചേർന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ കാണുവാനായി ലോകത്തിൻ്റെ വിഭവങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ക്രിസ്തീയ ഗായകരംഗത്ത് ശോഭിച്ചു വരുന്ന കതിരാസൻ ബോബി പി ജോൺ അടൂർ അവരുകളാണ്. പ്രിയവരുടെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. കർത്താവിന്റെ ദാസനെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുകയും ഒപ്പം ഗാനങ്ങളും ആലപിക്കുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് കർത്താവിൽ പ്രസിദ്ധ കീബോർഡിസ്റ്റായ ബെനറ്റ് ജോൺ കൊട്ടാരക്കരയാണ്. പ്രിയ സഹോദരനെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും സന്തോഷപ്രദമായിരിക്കാനും അനുഗ്രഹമായിരിക്കാനും നിങ്ങൾക്കും ഇത് പ്രയോജനമായി തീരുവാനും വളരെ പ്രാർത്ഥനയോടെ ദൈവമുമ്പായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ബെനറ്റ് ജോൺ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പകൽ കൂടെ ഞങ്ങൾക്ക് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. ഞങ്ങൾ സഞ്ചരിച്ച എല്ലാ മേഖലകളും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയിരുന്നു. ഞങ്ങളെ വഴി നടത്തിയതിനായി സ്തോത്രം. വിശേഷാൽ കർത്താവെ, എല്ലാ ആഴ്ചകളും നടന്നു വരുന്നത് പോലെ യുവാഗിലിയോൻ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീത പ്രോഗ്രാമിൽ കർത്താവെ, ഈ 153 എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിശേഷാൽ ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ദാസനായി സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ശുശ്രൂഷ നിമിത്തം അനേകരെ കർത്താവിലേക്ക് നേടുവാൻ ഞങ്ങളുടെ പ്രതിദിനെ നീ ഇവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ശുശ്രൂഷയിൽ കർത്താവെ ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബോവിച്ചാനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളുടെ ദാസനെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ശബ്ദത്തോടു കൂടെ ഇരിക്കണമേ കർത്താവെ. താൻ ആലപിക്കുന്ന ഓരോ ഗാനങ്ങൾ കർത്താവെ ജനഹൃദയങ്ങളിലേക്ക് ആഴമായി പതിയുവാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലുപരിയായി ദൈവകൃപ വ്യാപരിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കർത്താവെ. അടിയനെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നൽകിയിട്ടുള്ള ദൈവകൃപയ്ക്ക് അനുസൃതമായി ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ഇവിടെ സഹായിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ ജിജിലിനായ സ്തോത്രം. ദൈവം അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും കർത്താവെ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ വണ്ണം ഈ ശുശ്രൂഷ ഇന്ന് രാത്രിയിലൂടെ ആശീർവാദം പറയുന്നതുവരെ നന്നായി പ്രവർത്തിക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേവലം ഗാനങ്ങൾ ആലപിക്കുവാനും കർത്താവെ ദൈവവചനം പ്രസംഗിച്ച് പോകുന്ന ഒരു ചടങ്ങായി മാറുവാനല്ല കർത്താവെ. ഈ രാത്രിയിലെ ശുശ്രൂഷ അനേക ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ കർത്താവെ, അനേക രോഗികൾക്ക് കർത്താവെ വിടുതലായി വ്യാപരിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവകൃപ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സംഗീതം എല്ലാ ഹൃദയങ്ങൾക്കും ആനന്ദം നൽകുന്നതാണ്. എന്നാൽ സംഗീതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. അത് ഹൃദയത്തിൽ പൊങ്ങിവരുന്ന സന്തോഷവും അപ്പോൾ തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥകളെയൊക്കെ പുറത്തേക്ക് സംഗീത രൂപത്തിൽ കൊണ്ടുവന്ന് അത് മറ്റുള്ളവർക്കും ആശ്വാസപ്രദവും സന്തോഷപ്രദവും പ്രയോജനപ്രദവുമാക്കി തീർക്കത്തവണ്ണമാണ് സംഗീതം എക്കാലത്തും പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്നും ആ നിലയിൽ ഇന്നത്തെ സംഗീത ശുശ്രൂഷ ആയിത്തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമുക്ക് ഓരോ ദിവസവും നന്മകൾ നൽകി നമ്മെ സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ മുന്നോട്ട് ജീവിച്ചു പോകുമ്പോൾ അവന് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുന്നവനാണ് ദൈവം. ഈ ലോകത്തിൽ ദുഷ്ടനും നീതിമാനും
ദൈവം ഒരേ സൂര്യനെയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവം നീതിമാനായവന് നൽകിയ നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം അവൻ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അനുഭവിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, സ്തോത്രം പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി തീരും, അനുഗ്രഹപ്രദമായി തീരും. ഈ ആശയങ്ങൾക്ക് ഉൾക്കൊള്ളുന്നതായ മനോഹരമായ ഒരു ഗാനം കർത്തദാസൻ ബോബി പി ജോൺ ആലപിക്കുന്നു. സ്തോത്രം സ്തോത്രം യേശുവേ എന്നാരംഭിക്കുന്ന ഗാനം നമുക്ക് ശ്രമിക്കാം. സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ.
സൃഷ്ടികളും വാഴ്ത്തും മേഘദൈവമേ. സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും മേഘദൈവമേ. സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. 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 ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ദൈവം നിത്യജീവനെ നൽകി ലോകത്തെ സ്നേഹിച്ചവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സ്നേഹം വർണ്ണിച്ചാൽ തീരാവുന്നതല്ല. എത്ര വർണ്ണിച്ചാലും മതിവരാത്തവണ്ണം ദൈവ കൃപ എത്രയോ വലുതാണ്. കാൽവരിയിൽ തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് ദൈവം ലോകത്തെ സ്നേഹിച്ചു. ക്രൂശിലേക്ക് നോക്കുമ്പോൾ ദൈവപുത്രൻ ക്രൂശിതനായി കിടക്കുന്നു. മനുഷ്യനും ദൈവത്തിനും മധ്യയുള്ള ശത്രുത മാറ്റി അവനെ മിത്രമാക്കി തീർക്കുവാനായി നീതിനായിരുന്ന നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനായിട്ടും കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി തീർന്നു. ആ യാഗ മരണത്തെ ഓർപ്പിക്കുകയും ദൈവസ്നേഹത്തെ ഓർപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു ഗാനം നമുക്ക് ശ്രവിക്കാം. ഇത്രയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. എന്തുള്ളു ഞാനപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം.
പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ, പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ, ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനെ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. നിന്റെ ഉദ്ധാരണ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. മുമ്പിലും പിന്നിലും കാവലായി നിന്നു നീ, മുമ്പിലും പിമ്പിലും കാവലായി നിന്നു നീ. മുമ്പിൽ നടക്കണമേ, നിന്റെ ഇമ്പമുള്ള രാജേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. ഇത്തരയിലെന്നെ ഇത്തരയിലെന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ
എന്തുള്ളു ഞാനപ്പനെ, നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. കർത്താവിന് മഹത്വം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും ഒരു യാത്രയിലാണ്. ഓരോ മനുഷ്യൻ്റെയും യാത്രയ്ക്ക് ഓരോ തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യവും മനസ്സിൽ കരുതിക്കൊണ്ടാണ് അവർ യാത്ര ചെയ്ത് പോകുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന യാതൊരു കാര്യത്തിലും അവർ ഇടപെടുകയില്ല. ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെയും അവർ ശ്രദ്ധയോടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മനുഷ്യ ജീവിതത്തിലും അവൻ ഒരു യാത്രയിലാണ്, ജീവിത യാത്ര. ഈ ലോകത്തിലെ ജീവിതത്തെ ജീവിതയാത്രയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ജീവിത യാത്രയിൽ ആണ്. ഈ ജീവിതയാത്ര എങ്ങോട്ടാണ് എന്നുള്ളത് നാം നിശ്ചയിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. പലരും എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നു എന്നറിയാതെ, ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കാതെ വെറുതെ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ യഥാർത്ഥ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്താൽ ആ സ്ഥലത്തെത്താം. മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ അവൻ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് ദൈവസന്നിധിയാണ്. അവനെ നിർമ്മിച്ച, അവനെ സൃഷ്ടിച്ച, അവനെ നയിക്കുന്ന ദൈവസന്നിധിയിലേക്കാണ് അവൻ യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ യാത്ര എങ്ങോട്ടാണ് എന്നുള്ളത് നാം ഉറപ്പ് ആക്കിക്കൊണ്ട് യാത്ര ചെയ്താൽ നിശ്ചയമായും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയും. ദൈവസന്നിധിയിലേക്കാണ് എന്ന വഴിയിൽ ദൈവപുത്രനായ യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ ആ സ്ഥലത്തെത്തുവാൻ കഴിയുന്നതാണ്. മനുഷ്യ, ഹേ മനുഷ്യ എന്ന് ആരംഭിക്കുന്നതായ മനോഹരമായ ഗാനം കത്തദാസൻ ബോബി വി ജോൺ ആലപിക്കുന്നു. മനുഷ്യ ഹേ മനുഷ്യ, നീ പോകുവതെങ്ങോട്ട്? മനുഷ്യ ഹേ മനുഷ്യ, നീ പോകുവതെങ്ങോട്ട്? പാപവഴികളാം പാതകൾ തേടി പോകുവതെങ്ങോട്ട്? പാപവഴികളാം പാതകൾ തേടി പോകുവതെങ്ങോട്ട്? മനുഷ്യ ഹേ മനുഷ്യ, നീ പോകുവതെങ്ങോട്ട്?
കുരിശിൻ വഴി മാത്രം അഭയം. കാൽവറി കുന്നിൽ നിറുകയിൽ കാണുമ കുരിശിൻ വഴി മാത്രം അഭയം. മാറിടും മറ്റെല്ലാ വഴികളും നിശ്ചയം, മാറില്ല യേശുവിൻ സ്നേഹം. മാറിടും മറ്റെല്ലാ വഴികളും നിശ്ചയം, മാറിടും യേശുവിൻ സ്നേഹം. മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? തിരിഞ്ഞിടുകിൽ തരുമവൻ നന്മകൾ, ഒരിക്കലും തീരാത്ത ഉറവയാ. മനം തിരിഞ്ഞിടുകിൽ തരുമവൻ നന്മകൾ, ഒരിക്കലും തീരാത്ത ഉറവയാ. മാറിടും ആകാശം ഭൂമിയും നിശ്ചയം, നിലനിൽക്കുമേശുവിൻ സ്നേഹം. മാറിടും ആകാശം ഭൂമിയും നിശ്ചയം, നിലനിൽക്കുമേശുവിൻ സ്നേഹം. മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? പാപവഴികളാ പാതകൾ തേടി പോകുവതെങ്ങോട്ട്? പാപവഴികളാ പാതകൾ തേടി പോകുവതെങ്ങോട്ട്? മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? മനുഷ്യാ മനുഷ്യാ നീ പോകുവതെങ്ങോട്ട്? മനുഷ്യ നിൻ്റെ യാത്ര ഇങ്ങോട്ടാണ് എന്നാണ് നാം കേട്ടത്. അങ്ങനെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട്. ഈ യാത്ര ഇടയ്ക്ക് വെച്ച് ഒരുപക്ഷെ നിർത്തിപ്പോരേണ്ട സാഹചര്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ മധ്യേ ഒരുപക്ഷെ ഇഹലോകം വിട്ട് നാം പോകേണ്ടതായിട്ട് വരും. ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ സന്തോഷവും ഇമ്പങ്ങളും ഒന്നും നമ്മോടുകൂടെ പോരുകയില്ല. മരണത്തോടുകൂടെ അതെല്ലാം അവസാനിക്കുന്നതാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു സ്നേഹബന്ധമുണ്ട്, തീരാത്ത സമാധാനമുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ദൈവ സന്നിധിയാണ്.
സ്വർഗസന്നിധിയിലെത്തുമ്പോൾ എല്ലാ സന്തോഷവും തീരുകയല്ല, സന്തോഷത്തിൻ്റെ ആരംഭമാണ്. ഈ ഭൂമിയിലെ സന്തോഷങ്ങളെക്കാൾ എത്രയോ വിലയേറിയ സന്തോഷമാണ് സ്വർഗീയ സന്തോഷം. അതുകൊണ്ട് ഈ ഭൂമിയിൽ പാർക്കുന്ന എല്ലാ മനുഷ്യരും ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ വെച്ച് നാം ഈ ലോകം വിട്ടു പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായും ദൈവ സന്നിധിയിലേക്കുള്ള ഇടം മനസ്സിലാക്കി ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. പാരിൽ പാർക്കുമ ത്യായുസിൽ എന്നാരംഭിക്കുന്നതായ മനോഹരമായ ഒരു ഗാനം ഇന്നത്തെ കീബോർഡ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ ബെനറ്റ് ജോൺ ആലപിക്കും. അദ്ദേഹം മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകൻ കൂടിയാണ്. ആ ഗാനം ആലപിക്കുവാൻ പ്രിയദാസിനെ ക്ഷണിക്കുന്നു. ഭാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും പാരിൽ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരീരും പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാൻ ഏകനാ ആശയറ്റെന്നു തോന്നുമ്പോ വൻതീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാൻ ഏകനാ
കാത്തു നിൽക്കും സംഘത്തെ സ്വർണ്ണ സരപ്പണികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ കണ്ണുകൾ കാണാമറുകരാ ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സരപ്പണികളാ കണ്ണഞ്ചിപ്പിക്കും വീഥികൾ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ പാർക്കുമൽ പായുസിൽ ഭാരങ്ങളധികം വേണ്ടി കാരീരും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്വാപ്രസംഗി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യൗവനക്കാര നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ദിവസങ്ങൾ വരികയും നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വെളിച്ചം നൽകാതിരിക്കുകയും മഴ പെയ്ത ശേഷം മേഘങ്ങളിൽ മടങ്ങി വരികയും ചെയ്യുന്നതിന് മുമ്പേ എന്ന് ആണ് അവിടെ പറയുന്നത്. ആ വാക്കുകൾ കുറിച്ചത് ശലോമോൻ എന്ന് പറയുന്ന മഹാനായ രാജാവായിരുന്നു. തൻ്റെ യൗവനകാലത്ത് താൻ ജീവിതത്തിൽ ഈ ലോകത്തിൽ അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ താൻ അനുഭവിച്ചു. എന്നാൽ അവസാനം തനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ഈ യൗവനത്തിലെ സുഖങ്ങളും ലോകത്തിൽ കാണുന്നതെല്ലാം തന്നെ മായയാണ് എന്ന് താൻ പറഞ്ഞു ഹാ മായ, സകലവും മായ എന്ന് പറയുണ്ടായി. അതിനർത്ഥം താൻ അനുഭവിച്ചതൊന്നും സന്തോഷമല്ല, ആനന്ദമല്ല, അതെല്ലാം മാറിപ്പോകുന്നതാണ്, ഇന്ന് കണ്ട് മാറിപ്പോകുന്നതാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു സന്തോഷമുണ്ടെന്ന് താൻ മനസ്സിലാക്കി. ശലോമോനെ കുറിച്ച് പറയുന്നത് ജ്ഞാനി എന്ന നിലയിൽ മഹാജ്ഞാനിയായ ആ മനുഷ്യൻ്റെ വാക്കുകളാണ് അത്. അതുകൊണ്ട്
തുടർന്ന് നാം കേൾക്കാൻ പോകുന്ന ഗാനം അതേ ആശയം തന്നെയാണ്. യൗവനക്കാര യൗവനക്കാര, യൗവന മോഹങ്ങൾ വിട്ടോടുക, പാപവും ലോകവും ലോകസുഖങ്ങളും മായെന്നോർത്തിടുക, രക്ഷ നീ നേടിയിടുക. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ മാറിപ്പോകുന്നതാണെങ്കിൽ അതിനേക്കാൾ ഉപരിയായി നിത്യമായ സന്തോഷം തരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു ഗാനം യൗവനക്കാര യൗവനക്കാര എന്നാരംഭിക്കുന്നു. കർത്തൃദാസൻ ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു. Praise. യൗവനക്കാരാ യൗവനക്കാരാ, യൗവനമോഹങ്ങൾ വിട്ടോടുക. പ്രതാപം രോഗദുഃഖം മാത്രം. ലോകം തരും സുഖം മാത്രനേരം മാത്രമേ അതിൻ പ്രതാപം രോഗദുഃഖം മാത്രം. അറിഞ്ഞിടാമേശുനാഥനേ
യേശുനാഥനെ ഈ ജീവിതത്തിൻ വേളയിൽ അറിഞ്ഞിടാം യേശുനാഥനെ ഈ ജീവിതത്തിൻ വേളയിൽ യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക ക്ഷണിക നേരത്തിനുള്ളിൽ മാറിടും ജീവിതം നേടിയതൊക്കെ വൃഥാവായി തീർന്നിടും ക്ഷണിക നേരത്തിനുള്ളിൽ മാറിടും ജീവിതം നേടിയതൊക്കെ വൃഥാവായി തീർന്നിടും വിശ്വസിച്ചാൽ നീ യേശുവിനെ വിശ്വസിച്ചാൽ നീ യേശുവിനെ നൽകിടും നിമിഷങ്ങളെ വിശ്വസിച്ചാൽ നീ യേശുവിനെ നൽകിടും നിമിഷങ്ങളെ യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക പാപവും ലോകവും ലോകസുഖങ്ങളും മായയെന്നോർത്തിടുക പാപവും ലോകവും ലോകസുഖങ്ങളും മായയെന്നോർത്തിടുക രക്ഷ നീ നേടിയിടുക യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക യൗവനക്കാരാ യൗവനക്കാരാ യൗവനമോഹങ്ങൾ വിട്ടോടുക ഇന്നത്തെ ഗാനങ്ങളെല്ലാം തന്നെ ഒന്നിനോട് ഒന്ന് ചേർന്നുള്ള ഗാനങ്ങളാണ് എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകം സമാധാനം തരികയില്ല എന്നും ഈ ലോകം സന്തോഷം തരികയില്ല എന്നുമുള്ള ആശയങ്ങളാണ് എല്ലാ ഗാനങ്ങളിലും ഉള്ളത്. മറ്റൊരു ഗായകൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇരുളാണെന്ന് പാടുതിലെങ്ങും ഇവിടില്ലൊരു സമാധാനവും, അന്ത്യനാളുകളാണെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ തുടരാം. ഒരു വിശ്വാസിക്കും പറയുവാൻ കഴിയുന്ന കാര്യം, ഓട്ടം തികച്ചു നാം അക്കരെ നാട്ടിലെത്തും,
ഇവിടുത്തെ കണ്ണുനീരും ദുഃഖവുമെല്ലാം മാറും. ഇവിടുത്തെ നിന്ദകളും അപമാനങ്ങളും ഒക്കെ മാറും. ഞാൻ പ്രിയൻ്റെ സവിധയെ എത്തിച്ചേരും. ഈ ലോകത്തിലെ ദുഃഖങ്ങളോ ഇരുളോ ഒന്നും തന്നെ ബാധിക്കുന്നില്ല. താൻ നിത്യമായ പ്രകാശം കണ്ടതുകൊണ്ട്, കർത്താവിനെ കണ്ടതുകൊണ്ട് ഈ ലോകത്തിലെ ഓട്ടം തികച്ച് ഒരു നാൾ അക്കരെ നാട്ടിലെത്തും, കണ്ണീരില്ലാത്ത വീട്ടിലെത്തി കർത്താവിനോടൊപ്പം ഒരുമിച്ചായിരിക്കുമെന്നുള്ള ആ വലിയ പ്രത്യാശ ഉളവാക്കുന്ന മനോഹരമായ ഒരു ഗാനം കർത്താസൻ ചാൾസ് ജോൺ എഴുതിയ പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല എന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഓട്ടം തികച്ചു നമുക്കരെ നാട്ടിൽ, ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഒരു നാളിൽ നാം അടഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോൾ ഓടിപ്പോയിടും വിനകളെല്ലാം. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. അവനായിന്നു നിന്ദകൾ സഹിച്ചും അപമാനങ്ങൾ അനുഭവിച്ചും. അവനായിന്നു നിന്ദകൾ സഹിച്ചും അപമാനങ്ങൾ അനുഭവിച്ചും. അവൻ വേലയിൽ തുടർന്നിടുന്നു, അന്നു തരും താൻ പ്രതിഫലങ്ങൾ. അവൻ വേലയിൽ തുടർന്നിടുന്നു, അന്നു തരും താൻ പ്രതിഫലങ്ങൾ. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല.
ഇരുളാണിന്നു പാരിതിലെങ്ങും, ഇവിടില്ലൊരു സമാധാനവും. ഇരുളാണിന്നു പാരിതിലെങ്ങും, ഇവിടില്ലൊരു സമാധാനവും. പരനേശുവിൻ വരവെണ്ണിയേ, പാരിൽ നമുക്ക് വേറാശയില്ല. പരനേശുവിൻ വരവെണ്ണിയേ, പാരിൽ നമുക്ക് വേറാശയില്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമല്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. അന്ത്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയും. അന്ത്യനാളുകളാണിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയും. തിരുനാമത്തിൻ മഹിമകൾക്കായി തിരം താൻ പാരിൽ തരും നാളുകൾ. തിരുനാമത്തിൻ മഹിമകൾക്കായി തിരം താൻ പാരിൽ തരും നാളുകൾ. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻപുരം നമുക്കിനി അധികമല്ല. തുടർന്ന് നമുക്ക് മനോഹരമായ ഒരു കന്നഡ ഗാനം കർത്താവിനദാസന് കേൾക്കാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ കർത്താവിനദാസനെ പറഞ്ഞ് ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. ശ്രദ്ധയോടെ കേൾക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ചപ്പെടുമാറാകട്ടെ. ഈ മനോഹരമാകുന്ന രാത്രിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. മനോഹരമാകുന്ന ഗാനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. മറ്റൊരു കന്നഡ ഗാനം പാടുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ സ്നേഹത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപിയെ സ്നേഹിക്കുവാനും ആ പാപിയുടെ ജീവിതത്തിലെ പാപത്തെ മാറ്റുവാനും അവൻ്റെ മകനാക്കി തീർക്കുവാനുമാണ്. നമുക്കറിയാം, ലോകത്തിൽ വിവിധമാകുന്ന പ്രശ്ന കലുഷിതമാകുന്ന അന്തരീക്ഷമാണുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾ പാടിയതുപോലെ യൗവനക്കാരാകുന്ന സമൂഹം ലക്ഷ്യബോധമില്ലാത്തവരായി എന്ത് ചെയ്യണമെന്നറിയാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുമ്പോൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് സാധ്യമാകുന്നത് സുവിശേഷത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് മറ്റ് പല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ മാറ്റിവെച്ചിട്ട് അല്പസമയം പാടുവാനും അത് കേൾക്കുന്ന ജീവിതങ്ങൾക്ക് അനുഗ്രഹമാകുവാനും ആശ്വാസമാകുവാനും ക്രിസ്തു സ്നേഹം ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനുമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത്. നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രദ്ധിക്കാമല്ലോ.
ನಮ್ಮ ಯೇಸು ಕರೆಯುವನು. ತನ್ನ ಪ್ರೀತಿಯ ಸ್ವರ ಕೇಳಲು ಶುಭ ದಿನವು ಶುಭ ವಂದನೆಯನ್ನು ಹೇಳುವನು ಎಂದು ನಾನು ಎಲ್ಲರಿಗೆ ನಮ್ಮ ಯೇಸು ಕರೆಯುವನು. ತನ್ನ ಪ್ರೀತಿಯ ಸ್ವರ ಕೇಳಲು ಶುಭ ದಿನವು ದೇವರು ಮಾಡಿದ ಉಪಕಾರಗಳಲ್ಲಿ ಓನೊಂದು ಮರೆಯಾದಿರಿ. ನಮ್ಮ ಸರ್ವೇಂದ್ರಿಯಗಳಿಂದ ಆದನ ನಾಮವ ಎಂದಿಗೂ ಕೀರ್ತಿಸುವ. ದೇವರು ಮಾಡಿದ ಉಪಕಾರಗಳಲ್ಲಿ ಓನೊಂದು ಮರೆಯಾದಿರಿ. ನಮ್ಮ ಸರ್ವೇಂದ್ರಿಯಗಳಿಂದ ಆದನ ನಾಮವ ಇಂದಿಗೂ ಕೀರ್ತಿಸುವ. ಶುಭ ವಂದನೆಯನ್ನು ಹೇಳುವನು ಎಂದು ನಾನು ಎಲ್ಲರಿಗೆ ನಮ್ಮ ಯೇಸು ಕರೆಯುವನು. ತನ್ನ ಪ್ರೀತಿಯ ಸ್ವರ ಕೇಳಲು ಶುಭ ದಿನವು ವರದಿಂದ ನಿನ್ನಾಶಗಳನ್ನು ಪೂರೈಸುವವನು ಎಂದು ತನ್ನಯ ಪ್ರೀತಿ ಕೃಪೆಯ ಕೋರುವುದನೆಂದು ನಿಂಜೀವ ಕಾಯುವನು. ತನ್ನ ಶ್ರೇಷ್ಠ ವರದಿಂದ ನಿನ್ನಾಶಗಳನ್ನು ಪೂರೈಸುವವನು ಎಂದು ತನ್ನಯ ಪ್ರೀತಿ ಕೃಪೆಯ ಕೋರುವನೆಂದು ನಿಂಜೀವ ಕಾಯುವನು. ಶುಭ ವಂದನೆಯನ್ನು ಹೇಳುವೆನು ಎಂದು ನಾನು ಎಲ್ಲರಿಗೆ ನಮ್ಮ ಯೇಸು ಕರೆಯುವನು. ತನ್ನ ಪ್ರೀತಿಯ ಸ್ವರ ಕೇಳಲು ಶುಭ ದಿನವು ಶುಭ ವಂದನೆಯೆಂದು ಹೇಳುವುದು ಎಂದು ನಾನು ಎಲ್ಲರಿಗೆ ನಮ್ಮ ಯೇಸು ಕರೆಯುವನು. ತನ್ನ ಪ್ರೀತಿಯ ಸ್ವರ ಕೇಳಲು ಶುಭ ದಿನವು നാം ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നും ഗാനങ്ങൾ നാം ശ്രമിക്കുന്നതാണ്. ഈ ലോക ജീവിതത്തിൽ
തുടരുന്ന ആളുകളുടെ ജീവാവസാനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നാം ഗാനങ്ങളോട് കേട്ടുകൊണ്ടിരുന്നത്. തുടർന്നുള്ള ഗാനങ്ങളിലും ഞങ്ങൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇഹലോകത്തിലെ സുഖങ്ങളെക്കാൾ ഉപരിയായി സന്തോഷം നൽകുന്ന ദൈവ സന്നിധി ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഒരാൾ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തലത്തിൽ ആകുന്നു എന്ന് താൻ പറഞ്ഞു. ഇവിടെ കേട്ട ഗാനങ്ങളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ജീവരക്ഷയിലേക്കുള്ള ആഹ്വാനം നൽകുന്ന ഗാനങ്ങളാണ്. ജീവരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ ശരീര ജീവൻ നിലനിൽക്കുവാൻ വേണ്ടി ധാരാളം കാര്യങ്ങൾ അവൻ ചെയ്യാറുണ്ട്. നല്ല ആരോഗ്യം ഉണ്ടാകണതിനായി നല്ല ആഹാര സാധനങ്ങൾ അവൻ വാങ്ങിക്കഴിക്കുന്നു. വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഉള്ള ആഹാരങ്ങൾ പ്രത്യേകം വാങ്ങി കഴിക്കുന്നു. ഇനി ആഹാരം കൊണ്ടും അവൻ്റെ ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കാൻ കഴിയാതെ വണ്ണം അപകടത്തിലാണെങ്കിൽ അവൻ പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കും. ആ ഡോക്ടറെ സമീപിച്ചിട്ട് തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് താൻ പറയും. ആ ഡോക്ടർ ആ മനുഷ്യനെ പരിശോധിച്ച് അവൻ്റെ ശരീരത്തിലുള്ള ന്യൂനതകൾ എന്താണെന്ന് മനസ്സിലാക്കി, കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അവന് വേണ്ട പരിരക്ഷ നൽകുന്ന മരുന്നുകൾ കൊടുത്ത് അവനെ ബലപ്പെടുത്തുവാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു രക്ഷ എപ്പോഴും ആഗ്രഹിക്കുന്നു. ജീവരക്ഷയ്ക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പലതും പരീക്ഷിച്ച് നോക്കുന്നു, പലതിലേക്കും പോകുന്നു. അങ്ങനെയെങ്കിൽ ഇഹലോകത്തിൽ ജീവിക്കുമ്പോൾ രക്ഷ ആവശ്യമാണെങ്കിൽ, ജീവിക്കേണ്ടതിന് ആവശ്യമായ രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ, ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ജീവിതത്തിന് അപ്പുറത്തേക്കും ജീവിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷാമാർഗം. ഇഹലോകത്തിൽ ജീവിക്കുന്ന നാളുകളുടെ അവസ്ഥ വേദപുസ്തക പ്രകാരം പറയുകയാണെങ്കിൽ, മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും ദുഃഖമത്രയും. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അതായത് മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരമാക്കി ദൈവം വെട്ടിക്കുറച്ചു. വീണ്ടും അല്പം കൂടെ ഗ്രേസ് മാർക്ക് കൊടുത്താൽ 10 വർഷം കൂടെയാണ് ആയുസ് ദീർഘമാക്കി കൊടുത്തത്. അതിൽ കൂടുതൽ ജീവിച്ചവരുണ്ട്, ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഇഹലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ആയുസ്സിന് ദൈവം ഒരു നിശ്ചിത സമയം വെച്ചിട്ടുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അവൻ ഇവലോകം വിട്ട് പോയേ മതിയാകൂ. എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചിന്ത അവനുണ്ടായിരിക്കണം. ഇവിടെ 2 കൂട്ടരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ 2 കൂട്ടർ എന്ന് പറയുന്നത്, ഒന്ന് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലും മറ്റൊന്ന് പിന്മാറുന്നവരുടെ കൂട്ടവും. 2 കൂട്ടങ്ങൾ. അതായത് ഒരേ പാതയിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അവരിടയ്ക്ക് വെച്ച് 2ആയി തിരിയുന്നു. അത് 2 വഴികൾ എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് പോകുന്ന രക്ഷാമാർഗവും രക്ഷയിൻ വഴിയും, നരകത്തിലേക്ക് പോകുന്ന നരക വഴിയുമാണ് 2 പാതകൾ എന്ന് പറയുന്നത്. ഈ ജീവിതയാത്രയിൽ അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ 2 പാതകളിൽ ഏത് ഒന്ന് തിരഞ്ഞെടുക്കുവാൻ അവർക്ക് അവകാശമുണ്ടപ്പോൾ പലരും ആളുകളും ചെയ്യുന്ന കാര്യം, ജീവരക്ഷ മാർഗത്തിലേക്ക് വരാതെ അവർ പിന്മാറുന്ന ഒരു കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ രക്ഷാമാർഗത്തിൽ നിന്ന് മാറിപ്പോകുന്നതായി കാണുവാൻ കഴിയുന്നു. ഈ ജീവരക്ഷാ മാർഗത്തിലേക്ക് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ആ എഴുത്തുകാരൻ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവർ എന്നാണ്. എന്താണ് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കുവാൻ കാരണമായ ഒരു സംഭവം ഉണ്ട്. ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പായി ഇഹലോകത്തിലേക്ക് അവതരിച്ച
ഒരു ദൈവപുത്രനുണ്ട്, ദൈവ അവതാരമുണ്ട്. അതായത് മനുഷ്യൻ പാപിയായി തീർന്ന് പാപത്തിന് പിന്നാലെ യാത്ര ചെയ്ത് ഇഹലോകത്തിൽ പാപത്തിൻ്റെ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് നിത്യമായ രക്ഷയും സമാധാനവും സ്വർഗവും നൽകണതിനായി ദൈവം ഒരു രക്ഷാമാർഗമൊരുക്കി. ആ രക്ഷാമാർഗം മറ്റൊന്നുമല്ല, ദൈവപുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അവതരിക്കുകയും അവൻ കാൽവരിയിൽ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ് ജീവൻ പ്രാപിച്ച് ജീവൻ തിരികെ പ്രാപിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ആ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും ഈ രക്ഷാമാർഗത്തിലേക്ക് വരികയാണ്. അതായത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വരുന്നു. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളും ആ രക്ഷാമാർഗത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് വരുന്നവരാണ്. എന്നാൽ നല്ലൊരു പങ്ക് ആളുകൾ ആ രക്ഷാമാർഗം തള്ളിക്കളഞ്ഞിട്ട് ഈ വിശ്വാസ മാർഗത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന, വഴിമാറിപ്പോകുന്ന ആളുകളെ കാണാൻ കഴിയും. ഇവിടെ നാം വായിച്ചിങ്ങനെയാണ്, അങ്ങനെ പിന്മാറിപ്പോകുന്നവരുടെ അവസാനം എന്ന് പറയുന്നത് നരകയാതനയാണ്, നാശമാണ് എന്ന് കാണുന്നു. നാശം, ദൈവത്തെ കൂടാതെയുള്ള യാത്രയുടെ അവസാനം നാശമാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ അറിയാൻ കഴിയാതെ യാത്ര ചെയ്യുന്ന യാത്ര നാശത്തിലേക്കുള്ള യാത്രയാണ്. ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇഹലോകത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. എന്നാൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരുക്കിയ രക്ഷാമാർഗമായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മരക്ഷ പ്രാപിക്കുവാൻ ഇടയായി തീരും. അതായത് ഇഹലോക വാസം വെടിഞ്ഞാലും ഈ ശരീരം രൂപാന്തരപ്പെട്ട് ഉയിർ പ്രാപിച്ച് ഒരു പുതിയ ശരീരം പ്രാപിച്ച് ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ കഴിയുന്ന ഒരു നാൾ വരുവാൻ പോകുന്നു. അതെപ്പോഴെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തിൻ്റെ മുമ്പുള്ള ഭാഗത്ത് വായിക്കുന്നുണ്ട്, വരുവാനുള്ളവൻ വരും താമസിക്കുമില്ല, വരുവാനുള്ളവൻ വരും താമസിക്കുമില്ല. ജീവരക്ഷ പ്രാപിച്ച് വിശ്വസിച്ച് രക്ഷ പ്രാപിച്ച ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുടെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല. ആരാണ് വരുവാനുള്ളവൻ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനും ഈ ലോകത്തിൽ ജീവിച്ചവനും മനുഷ്യന്റെ പാപത്തിന് വിചാരത്തിനായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റവനുമായ ദൈവപുത്രനായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടെ നിന്നതായ ആളുകളോട് ദൂതന്മാർ പറയുണ്ടായി, നിങ്ങൾ അവനെ പോകുന്നവനായി പറഞ്ഞതുപോലെ അവൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞു. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും വരും, ഞാൻ വീണ്ടും വരും, പിന്നെയും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കർത്താവായ യേശുക്രിസ്തു എത്രയും താമസം വരും എന്നുള്ള ആ വലിയ പ്രബോധനമാണ് പറയുന്നത്. വരുവാനുള്ളവൻ വരും താമസിക്കുകയുമില്ല. ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ഈ വരുവാനുള്ളവനെ വിശ്വസിക്കുന്നുവോ? ഈ വരുവാനുള്ളവൻ എന്ന് പറയുന്നത് സാധാരണക്കാരനല്ല, അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, രക്ഷാനായകനാണ്, രക്ഷ നൽകുന്നവനാണ്. അവനിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായും ആ രക്ഷകനായകന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നിങ്ങൾക്ക് അവനോട് പോകാൻ കഴിയുന്നതാണ്. ഈ ലോകത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ച് ഏറ്റവും ഒടുവിൽ എല്ലാം അനുഭവിച്ചിട്ടും അവസാനം പറഞ്ഞത്, ശലോമോൻ പറഞ്ഞത്, ഇത് മായയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നശ്വരമായതാണ്, മാറിപ്പോകുന്നതാണ്, ഇത് ഇന്ന് കണ്ട് നാളെ പോകുന്നതാണ്. മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിനപ്പുറമായിട്ട് ഒരു ജീവനുണ്ട്, ജീവിതമുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വർഗീയ തീരമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തു ഇഹലോകത്തിലേക്ക് വന്നിട്ട് മടങ്ങിപ്പോയത് സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗത്തിലേക്ക് പോയിരിക്കുമ്പോൾ അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് ആനന്ദമുള്ളത്. അവിടെ മരണമില്ല, ദുഃഖമില്ല, സങ്കടമില്ല, പട്ടിണിയില്ല, പരിതാപമില്ല. അവിടെ സന്തോഷം മാത്രം. അതിന് കഴിയുന്നത് ഒറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ല എന്നുവരിൽ നിങ്ങൾ നാശത്തിലേക്ക് പോകുന്നവരാണ്, ക്രിസ്തുവിനെ നിങ്ങൾ തള്ളിക്കളയുന്നവരാണ്. എന്നാൽ ഒരു നാൾ നിങ്ങൾ ആ ക്രിസ്തുവിന് മുമ്പാകെ നിന്നിട്ട് പറയേണ്ടി വരും, യേശുവേ നീ ദൈവത്തിൻ്റെ പുത്രനാണ്, കർത്താവാണെന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക്, നാശത്തിലേക്ക് പോകേണ്ടി വരും എന്നുള്ള ആ വലിയ പ്രബോധനം നൽകുകയാണ്. ഇന്ന് കേട്ട കാര്യങ്ങളിലൊക്കെ അത് തന്നെയാണ് പറഞ്ഞത്. യേശു ക്രിസ്തു വരാറായി. ഈ ലോകത്തിലെ ദുഃഖങ്ങൾ, ഈ ലോകത്തിലെ സങ്കടങ്ങൾ ഒക്കെ മാറി സന്തോഷം പ്രാപിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ഈ ലോകത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ മാറിപ്പോകുന്നതുമാണ്. അതുകൊണ്ട് നിത്യമായ സമാധാനവും സന്തോഷവും പ്രാപിക്കുവാൻ തൊക്കണം നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഈ കർത്താവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് ഗാനം കേൾക്കാൻ കഴിയുന്നതാണ്. യേശു ക്രിസ്തു എത്രയും വേഗം വന്നാൽ ഞാൻ ചോദിക്കട്ടെ, ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടം നിങ്ങൾ കാണുമോ? കാണണമെങ്കിൽ ഒന്ന് മാത്രം, വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കണം? യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക.
അവൻ രക്ഷകനാണെന്ന് വിശ്വസിക്കുക, പാപരിഹാരനാണെന്ന് വിശ്വസിക്കുക, നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് ഈ ജീവരക്ഷ പ്രാപിക്കുവാൻ കഴിയുന്നതാണ്. അതിനെ കാരണമായി തീരുവാൻ സുഖദൈവം ഈ സന്ദേശവും ഈ ഗാനങ്ങളും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മനോഹരമായ ഒരു ഗാനം കൂടെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ, സാക്ഷ്യം ചൊരിഞ്ഞ് തീർക്കാൻ സ്തുതിച്ച് വാഴ്ത്താൻ പരം തരണേ. മോക്ഷം പകർന്ന മാർഗമാണ് കർത്താവിൻ്റെ മാർഗം. മോക്ഷം തരുന്ന മാർഗമാണ് കർത്താവിൻ്റെ മാർഗം. അതിൽ നിന്ന് മറന്ന് മാറിപ്പോകുവാൻ, അതായത് ഞാൻ പറഞ്ഞതുപോലെ പിന്മാറുന്ന കൂട്ടത്തിൽ ആയിത്തീരുവാൻ ഇടവരാതെ നിങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയ രക്ഷിതാവായ ദൈവത്തെ ഉള്ളത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഈ മനോഹരമായ ഗാനം കർത്തദാസൻ ആലപിക്കും. കർത്താവിദാസനെ പ്രത്യേകം ക്ഷണിക്കുന്നു. പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ, സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരണേ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ, സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരണേ. പൂവ് പോൽ ശാന്തമായി നിന്നാമം വാഴ്ത്താം. താബോർ മലയിലെ മേഘങ്ങളായി നിൻ മഹിമതൻ മാധുര്യം നുകരാം. നിന്റെ പാവന ജീവിതം പ്രാർത്ഥനാമൃതനിർഭരം എൻ്റെ മാതൃകയാക്കുവാൻ നിൻ പൈതൃകമേകണം പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ.
പാട്ടുകൾ എന്നെന്നും പാടുവാനക്ഷയ കാരുണ്യമേകൂ. അലിവെഴും നിൻ കൃത്തിലെ ഒലിവു ശാഖയിൽ പാർക്കുവാൻ ചെറുകുരുകിൽ പക്ഷിയായി ഞാൻ കാത്തു നിൽക്കയായി പ്രപഞ്ചനാഥ. മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. സാക്ഷ്യം ചൊരിഞ്ഞു നീങ്ങാൻ സ്തുതിച്ചു വാഴ്ത്താൻ വരം തരണേ. നീ ജീവന്റെ മാർഗം, ഓ നീ പ്രാണന്റെ നാളം, അനന്ത സ്നേഹം മോക്ഷം പകർന്ന മാർഗം മറന്നു പോകാൻ ഇടവരല്ലേ. ഈ 153 എപ്പിസോഡും ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് എല്ലാ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ശുശ്രൂഷ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതാണ്. ലോക സുവിശേഷീകരണ സംരംഭത്തിൽ ഒരു പങ്കാളിത്തം എന്ന നിലയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എങ്കിലും ഈ മീഡിയ വഴി സുവിശേഷത്തിൻ്റെ സന്ദേശവും ആശ്വാസത്തിൻ്റെ ഗാനങ്ങളും നിങ്ങളുടെ സമീപത്തേക്ക് അയക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയും അത്തരത്തോളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തു. അനുകൂലമായ സാഹചര്യങ്ങൾ നൽകി ശുശ്രൂഷകൾ നയിപ്പാൻ ദൈവദാസന്മാരെ ഒരുക്കി. ഓരോ ശുശ്രൂഷ നയിപ്പാൻ ദൈവം അയച്ച ദൈവദാസന്മാർ എത്തിയുണ്ടായി. ഉപകരണങ്ങൾ വായിക്കുവാൻ പ്രിയപ്പെട്ടവർ വരികയുണ്ടായി. ഈ ശുശ്രൂഷ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ ലക്ഷ്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ ആത്മരക്ഷ മാത്രമാണ്. പാപവഴികളിൽ നിന്ന് വിട്ട് കർത്താവിലേക്ക് നിങ്ങൾ സഹായപ്പെടണം. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾ അനുഭവിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ ലക്ഷ്യം. ആയതിനാൽ അതിന് കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് ഗാനം ആലപിച്ച കർത്തദാസൻ ബോബി വി ജോൺ അഡൂറിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കീബോർഡ് പ്ലേ ചെയ്ത് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സുരൻ ബെനറ്റ് ജോണിനോടുള്ള നന്ദി അറിയിക്കുന്നു. ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത് സഹായിച്ച സഹോദരൻ ജിജിൽ കൊട്ടാരക്കരോട് നന്ദി അറിയിക്കുന്നു. എല്ലാ നിലയിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സഹായവും ഈ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. വരും നാളിൽ ഇവരുടെ ശുശ്രൂഷയും കർത്താവ് മാനിക്കട്ടെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് നന്ദി അറിയിക്കുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നല്ലവനായ കർത്താവിനെ തള്ളിക്കളയുവാൻ ഇടയാകാതെ ഈ സ്നേഹവാനായ കർത്താവിനെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിപ്പാൻ നിങ്ങൾക്കിടയായിത്തീരട്ടെ. അവൻ രോഗികളുടെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. മരിച്ചവരുടെ ആത്മാക്കളെ മടക്കി നൽകി. വേർപാടിൽ നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരെ ദൈവം മടക്കി നൽകിയിട്ടുണ്ട്. കുരുടന് അവൻ കാഴ്ച നൽകിയിട്ടുണ്ട്. മൃതനെ അവൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. വിശക്കുന്നവർക്ക് അവൻ ആഹാരം കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല അവൻ ചെയ്ത് ഏറ്റവും അവസാനം സഹോദര സഹോദരി, മാതാവേ പിതാവേ, പ്രിയ യുവാവേ യുവതിയെ, നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി തൻ്റെ സ്വജീവനെ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. നീ അനുഭവിക്കേണ്ട മരണം അവൻ അനുഭവിക്കുകയുണ്ടായി, ശിക്ഷ അനുഭവിക്കുകയുണ്ടായി. നിനക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്ന, പരമയാഗമായി തീർന്ന രക്ഷിതാവ് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഇന്നും ജീവിക്കുന്നു. ആ രക്ഷിതാവ് ഇനിയും വരാൻ പോകുന്നു. അവനെ കാണണമെങ്കിൽ,
നമ്മളോട് ഇരിക്കണമെങ്കിൽ ഞങ്ങൾ പാടിയതുപോലെ ഈ രക്ഷിതാവിനെ നീ കാണണം, വിശ്വസിക്കണം. ഈ രാത്രി നമ്മുടെ രക്ഷാദിവസമായി തീരട്ടെ. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന ഒരു കൂട്ടത്തിലേക്ക് മാറുന്നവരായി തീരുവാൻ ഇടവരട്ടെ. നിത്യമായ നാശം, നരകം, അത് ഭയാനകരമാണ്. അതിനേക്കാൾ ഉപരിയായി ഒരു സന്തോഷപ്രദമായ സ്വർഗമുണ്ട്. അത് ഈ ഭൂമിയിലല്ല, ദൈവം ഇരിക്കുന്ന സ്വർഗീയ സ്ഥലം, സ്വർഗസ്ഥാനം. അവിടെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു. നാം കേട്ടതുപോലെ പ്രിയൻ വരും നാളിനി അധികമില്ല. ആ രാജ്യത്തോട് നാം ഇനിയും അകലമല്ല. നാം ആ നാടിനടുക്കാൻ പോകുകയാണ്. വിശ്വാസത്തെ രക്ഷ പ്രാപിച്ച വിശുദ്ധന്മാരായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് ചേർന്ന് വാനമേഘങ്ങളിൽ എടുക്കപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ദിവസം വരാൻ പോകുന്നു. സ്നേഹിത, ഈ രാത്രിയിൽ യൗവനക്കാര, ഈ രാത്രി നിന്റേതാണ്, നിന്റെ സമയമാണ്. രക്ഷ നിനക്ക് സമീപത്തായിട്ടുണ്ട്. കർത്താവ് നിന്റെ അരികിലായിട്ടുണ്ട്. ഹൃദയം വിട്ടുകൊടുക്കുക, യേശുവിനെ സ്വീകരിക്കുക. അതിനായി കർത്താവ് സഹായിക്കട്ടെ. അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായി അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഗാനങ്ങളുടെയും സന്ദേശത്തിലൂടെയും കർത്താവെ ഞങ്ങൾ ഓർത്തത് ഒരു രക്ഷിതാവുണ്ടെന്നതിന് സ്തോത്രം. പാപത്തിന്റെ ശിക്ഷയെ വഹിച്ച് മനുഷ്യന് വേണ്ടി മരണം ഭരിച്ച് കാൽവരിയിൽ യാഗമായി തീർന്ന് രക്ഷ ഒരുക്കിയ ഞങ്ങളുടെ രക്ഷിതാവ്, അവനെ വിശ്വസിക്കുവാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്കിടയായി തീരണമേ. കർത്താവെ, രോഗികളായ പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേട്ടിട്ടുണ്ട്. സകല സൗഖ്യത്തിന്റെയും ആശ്വാസത്തിന്റെ ഉടയനായ കർത്താവിന്റെ സൗഖ്യം അവിടെ മേൽ അയച്ച് അവരെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരങ്ങൾ വലിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആത്മഹത്യത്തിൽ വക്കീലായിരിക്കുന്നവരുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. മരണം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ ഇവിടെ സമാധാനം കിട്ടുമെന്ന് അലഞ്ഞ് ഓടി നടക്കുന്ന ആളുകളുണ്ട്, അവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ കർത്താവേ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ശക്തമായി ഇടപെടുകയും അവരുടെ പ്രശ്നം എന്തായാലും ആ പ്രശ്നത്തിന് സമ്പൂർണ്ണമായ പരിഹാരം നൽകി കർത്താവിന്റെ ആശ്വാസം അവരുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വസമാനിതനായ സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമാവിന്റെ കൂട്ടായ്മയും സമാസവും കാവലും നാം ഇവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പുരോപാടും കർത്താവിന് വരുവാനായി കാത്തിരിക്കുന്ന സകല ജനത്തോടുകൂടിയും ഇന്നും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം.